ഇടവപ്പാതി മഴ കോരിച്ചൊരിയുന്ന വേളയിൽ എൻ്റെ വാർത്തയുടെ ഏറ്റവും പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊടുങ്കാടിനോട് ചേർന്ന് വന്യമൃഗങ്ങളോട് മല്ലടിച്ച് ജീവിക്കുന്ന ജനസമൂഹത്തെ പറ്റിയാണ് എൻ്റെ വാർത്തയിൽ ഇന്നാദ്യം. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലെ ജനജീവിതമാണ് ഭയപ്പാടിലൂടെ നീങ്ങുന്നത്. തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ മേടപ്പാറയിൽ കഴിഞ്ഞ ദിവസം ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നതോടെയാണ് ഈ വിഷയം സജീവ ചർച്ചയാകുന്നത്. കടുവയും പുലിയും ഒപ്പം കാട്ടാനകളും പന്നികളും സ്വൈരവിഹാരം നടത്തുമ്പോൾ ഭയന്ന് വിറയ്ക്കുകയാണ് മലയോര മേഖല. രാത്രിയിൽ മാത്രമല്ല പട്ടാപ്പകൽ പോലും ഇറങ്ങി നടക്കുവാൻ മലയോര നിവാസികൾ മടിക്കുന്നു. ജീവൻ പണയം വെച്ചാണ് ഇവരുടെ ജീവിതം. ഞങ്ങൾ ഇവിടെ ലേബർ ലൈൻസിലുള്ളവരും പരിസരവാസികൾക്കൊക്കെ അതീവ ഭീതിയിലാണ്. കാരണം ഞങ്ങളുടെ ഒരു തൊഴിലാളികളുടെ വീടുമുറ്റത്ത് ES റജി എന്ന് പറയുന്ന ആടെ വീടുമുറ്റത്ത് രാത്രി 11 മണിക്ക് ശേഷം അടുക്കളയുടെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മോൻ കാണുകയും പേടിച്ച് പോവുകയും വിളിച്ചു പോയുകൊണ്ട് അത് പിന്നെ മാറിപ്പോവുകയൊക്കെ ചെയ്ത് അത് മൊത്തം ഈ പരിസരവാസികൾ മൊത്തം അതീവ ഭീതിയിലാണ്. കടുവയെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ വീട്ടിൽ പോയതിനു ശേഷമാണ് 11 മണിക്ക് ES റജിയുടെ വീട്ടിൽ കടുവ കയറുന്നു. അത് കഴിഞ്ഞ് നാട്ടുകാരെ വിളിച്ചു, ഫോറസ്റ്റുകാരെല്ലാം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വെളുപ്പായപ്പോഴത്തേന് വന്നു. അതിന് ശേഷം ഞങ്ങൾ അവരെല്ലാം പോയി. ഇവിടെ വെളുപ്പിനെ വന്ന ക്യാനിങ്ങിൻ്റെ ഇവിടെ എല്ലാം കുളമ്പുണ്ട്. ഇവിടെ ഈ മണ്ണിനകത്ത് കുളമ്പുണ്ട്. മെയ് 7 പത്തനംതിട്ട തണ്ണിത്തോട് പഞ്ചായത്തിലെ മേടപ്പാറ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നതോടെ കോന്നി, റാന്നി മലയോര മേഖലകൾ ഭീതിയിലായി. തൊഴിലാളിയെ കടിച്ചു കൊന്ന കടുവയെ മേടപ്പാറ എസ്റ്റേറ്റ് കൂടാതെ സമീപത്തെ വീടിന്റെ അടുക്കള ഭാഗത്തും പ്ലാന്റേഷൻ കാന്റീന് സമീപവും പിന്നീട് അഞ്ചുകുഴി, കൂത്താടിമൺ ഭാഗങ്ങളിലും നാട്ടുകാർ കണ്ടിരുന്നു. കാരണം ഇത്രയും വലിയൊരു ഭീകര ജീവിയെ, ഈ നരഭോജിയായ കടുവയെ അതിനെ അതിപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിലാണോ എന്താണെന്ന് അറിയത്തില്ല. കാരണം ഭഗവാന്റെ ഒരു കൃപകടാക്ഷം കൊണ്ട് മാത്രമാണ് എൻ്റെ മോനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഇതിനെ കാണുമ്പോൾ ഞങ്ങളുടെ കാല് തെറ്റി ഒരു പാത്രം വാഷ് ബേസിന് വീണ് സൗണ്ട് കേട്ടപ്പോൾ ഇത് ഞങ്ങളെ ഒരു നോട്ടം നോക്കി. അത് എന്തുമാത്രമാണ് അതിൻ്റെ ഭീതി, ആ പേടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല. ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനകത്തെ കാടുകൾ വെട്ടിത്തെളിച്ച് തൊഴിലാളികൾക്ക് ജോലിയുള്ള അവസരം മാനേജ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും വന്യജീവികളുടെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഇടപെടി വന്യജീവികളെ ഒഴിവാക്കാൻ മാറ്റിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കണമെന്നാണ് പത്തനംതിട്ട പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നീക്കി സൂചിപ്പിക്കാം. ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചതോടെ തെരച്ചിലും ഊർജിതമാക്കി. നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. വനംവകുപ്പിന്റെ സ്പെഷ്യൽ റാപ്പിഡ് ഫോഴ്സിനെ വിന്യസിച്ചതു കൂടാതെ ഡ്രോൺ ഉപയോഗിച്ചും ക്യാമറകൾ സ്ഥാപിച്ചും പരിശോധന നടത്തി. ഡ്രോണിൽ ഒരു വട്ടം തെളിഞ്ഞതല്ലാതെ പിന്നീട് കടുവയെ കണ്ടെത്താനായില്ല. വയനാട്ടിൽ നിന്ന് കുങ്കിയാനയും വന്ന് കാടിളക്കി പരിശോധിച്ചു. മയക്കുവെടി വയ്ക്കുവാൻ വിദഗ്ധരെയും എത്തിച്ചു. വനാതിർത്തിയോട് ചേർന്ന മേഖലകളായതിനാൽ കടുവ തിരിച്ചുപോയി കാണുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് റാന്നി വടശ്ശേരിക്കര പഞ്ചായത്തിലെ ചെമ്പോണിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായത്. പിന്നീട് മണിയാർ, പേഴുംപാറ, കട്ടച്ചിറ, അരീക്കാവ് തുടങ്ങിയ ഭാഗങ്ങളിലും കടുവയെ കണ്ടതോടെ നാട്ടുകാരുടെ ഭീതി വർദ്ധിച്ചു. എന്നാൽ സർവ്വസന്നാഹങ്ങളുമായി വനം വകുപ്പ് പരിശോധന നടത്തിയിട്ടും കടുവയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പരിശോധനയ്ക്കും തടസ്സം നേരിട്ടു. കുങ്കിയാനയും മടങ്ങി. ഒരു കാട് അനങ്ങുന്ന ചലനം കണ്ടുകൊണ്ട് ഞാൻ അതിനെ ശ്രദ്ധിച്ചു. പട്ടിയല്ലെന്ന് മനസ്സിലായി. പിന്നെ വീട്ടിൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി കടുവ തന്നെയാണെന്ന് മനസ്സിലായി. കടുവയെ കണ്ടെത്തുന്നതിനായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടെങ്കിലും ഇതുവരെയും കടുവയെ കണ്ടെത്താൻ ആയിട്ടില്ല. സന്ധ്യാസമയം കഴിഞ്ഞാൽ ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിന് തന്നെ ഭയമായിരിക്കുന്നു. കടുവയ്ക്ക് പിന്നാലെ പുലി സാന്നിധ്യമാണ് ഇപ്പോൾ മലയോര മേഖലകളിൽ ഭീതി പരത്തുന്നത്. തണ്ണിത്തോട്, മൂഴി, ഇലവുങ്കൽ, മേടപ്പാറ, കരിമാന്തോട് തുടങ്ങിയ വനാതിർത്തിയോട് ചേർന്ന ജനവാസ മേഖലകളിൽ പുലി ഇറങ്ങുക പതിവായി. പശുക്കളെയും ആടുകളെയും നായ്ക്കളെയും
പുലി പിടിക്കുക പതിവായിരിക്കുന്നു. ആനയും പുലിയും പോരാത്തതിന് കാട്ടാന ശല്യവും രൂക്ഷമാണ്. മഴക്കാലമായതോടെ കൃഷിയിടങ്ങളിലേക്ക് കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നു. കോന്നി മേഖലയോട് ചേർന്ന് കിടക്കുന്ന അതമ്പംകുളം, ആവോലിക്കുഴി, കാക്കര, ഞള്ളൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ കാട്ടാന കൂട്ടമായി എത്തി നാശനഷ്ടം ഉണ്ടാക്കുക പതിവാണ്. ഒപ്പം പന്നികളും. ഇതെല്ലാം അതിജീവിച്ചാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര നിവാസികളുടെ ജീവിതം. പൈനാപ്പിളിനുള്ളിൽ മനുഷ്യൻ ഒളിപ്പിച്ച പടക്കം പൊട്ടി വായ തകർന്ന് ചരിഞ്ഞ പാലക്കാട്ടെ ഗർഭിണിയായ കാട്ടാനയുടെ ദൃശ്യം നമ്മൾ മറന്നുപോകരുത്. അതേപോലെ കടുവ ജീവനെടുത്ത തണ്ണിത്തോട്ടിലെ ടാപ്പിംഗ് തൊഴിലാളിയുടെ കുടുംബത്തെയും. മറ്റൊരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ ഇത്തരം സമസ്യകൾക്ക് ഉത്തരം തേടിയേ മതിയാകും. ഉത്തര കേരളത്തിലെ ജനലക്ഷങ്ങളായ വിശ്വാസ സമൂഹത്തിന്റെ നെഞ്ചകം തൊട്ടറിയുന്ന ആരാധനാമൂർത്തികളാണ് തെയ്യക്കോലങ്ങൾ. ഇടവമാസത്തിൽ അവസാനിക്കേണ്ട തെയ്യക്കാലം ലോക്ക്ഡൌണിനെ തുടർന്ന് കുംഭമാസത്തിൽ തന്നെ പടിയിറങ്ങുകയായിരുന്നു. ഇതോടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ നൂറുകണക്കിന് നിർധനരായ കലാകാരന്മാരാണ് ജീവിത ദുരിതത്തിലായത്. വിശ്വാസവും ഐതിഹ്യപ്പെരുമയും ഇഴചേർന്ന് നിൽക്കുന്ന വടക്കേ മലബാറിലെ ക്ഷേത്രാങ്കണങ്ങളിലും കാവുകളിലും തുലാമാസത്തോടെയാണ് കളിയാട്ടക്കാലം ആരംഭിക്കുന്നത്. ഇവിടെ ജനലക്ഷങ്ങളായ ഗ്രാമീണ ഹൃദയങ്ങളുടെ വിശ്വാസവും ആരാധനയും തെയ്യത്തിലധിഷ്ഠിതമാണെന്നതിന്റെ തെളിവാണ് ഓരോരോ ഗ്രാമങ്ങളിലും കാണാൻ കഴിയുന്ന കളിയാട്ട മഹോത്സവങ്ങൾ. പൂർണ്ണമായും അനുഷ്ഠാനത്തിലധിഷ്ഠിതമായ തെയ്യം സമ്പ്രദായത്തെ മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കോലധാരികളുടെ അവസ്ഥ ലോക്ക്ഡൌണിനെ തുടർന്ന് ദുരിതത്തിലായിട്ട് നാളുകളേറെയായി. എന്നാൽ ഇവരുടെ കഷ്ടനഷ്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ സംസ്ഥാന സർക്കാരും മലബാർ ദേവസ്വം ബോർഡും ഇതുവരെ തയ്യാറായിട്ടില്ല. കളിയാട്ട ദിവസങ്ങളിൽ ഭക്തരിൽ നിന്ന് ലഭിക്കുന്ന തൊഴുതുവരവ് മാത്രമാണ് ഈ വിഭാഗത്തിനുണ്ടായിരുന്ന ഏക വരുമാന മാർഗം. തെയ്യാട്ടക്കാലം വർഷത്തിൽ 6 മാസം മാത്രമാണ്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ തെയ്യങ്ങളുടെ നർത്തനവും ചിലമ്പൊലിയും 4 മാസത്തിനകം നിലയ്ക്കുകയുണ്ടായി. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുന്ന നിർധനരായ തെയ്യം അനുഷ്ഠാന കലാകാരന്മാരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെടുകയാണ് ഉത്തര കേരളത്തിലെ കോലധാരികൾ. ഇതിൻ്റെ വിഷമം എന്തായാലും പറഞ്ഞറിയിക്കാൻ, ഈ വിഭാഗത്തെ ചിന്തിക്കാൻ ഒരു അപൂർവമായിട്ട് മാത്രമാണ് ഇന്ന് സമൂഹം തയ്യാറായിട്ടുള്ളത്. ഇവരെ വിഷമങ്ങൾ വളരെ കഠിനമാണ്, തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ട്, വളരെ ദയനീയമാണ്. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ ഇത് മറ്റു വേലകളൊന്നും അഭ്യസിക്കാത്തവരാണ് തെയ്യക്കാരെ സംബന്ധിച്ചിടത്തോളം. മറ്റ് നാടൻ പണിക്കോ മറ്റൊന്നും പോകില്ല. ഇത് തെയ്യത്തിൻ്റെ ആടയാഭരണങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ വിഭാഗക്കാർക്ക്. ഇവർക്ക് മറ്റ് ജോലികൾ അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിന് വളരെയധികം കഷ്ടനഷ്ടങ്ങളുണ്ട്. ഇത് ഗവൺമെൻറ് നല്ല രീതിയിൽ ഇനി വരും കാലത്ത് ക്ഷേമനിധി അതുപോലെ തന്നെ ഈ വിഭാഗത്തിനെ സംരക്ഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു പരിപാടി ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് ഗുണം വരുത്താൻ വേണ്ടിയാണെങ്കിലും കിട്ടുന്നവൻ ഒരിക്കലും ഗുണം വരാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നീങ്ങിയിട്ടുള്ളത്. ജനങ്ങൾക്ക് മനസ്സിന് ശാന്തത കിട്ടുന്ന ഒരു വിഭാഗമാണ് ഈ തെയ്യം കലാകാരന്മാരെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ കണക്ക് പ്രകാരം ഏകദേശം ഒരു കണക്കാണെങ്കിലും ഒരു 20,000-25,000 ആളുകൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ അതുപോലെ കോഴിക്കോടിനിപ്പുറം മാത്രമാണ് ഈ ജില്ലകളിൽ മൊത്തമായിട്ടുണ്ടാകും. അപ്പോൾ ഇവരെ ഒരു പാക്കേജ് ഉണ്ടാക്കി ഗവൺമെൻറ് നല്ല രീതിയിൽ ഇവരെ നിലനിർത്താനുള്ള സംവിധാനം ഏത് ഗവൺമെൻറ് ആയാലും നിലനിർത്തണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മലബാർ ദേവസ്വം ബോർഡ് ഇതിന് അടിയന്തരമായ ഒരു സഹകരണത്തിന് സംവിധാനം ഉണ്ടാക്കണം. ഈ തെയ്യങ്ങൾ കൊണ്ട് തന്നെ മലബാർ ദേവസ്വം ബോർഡിൽ അനേകം സമ്പത്ത് അമ്പലങ്ങൾക്കും ദേവസ്വങ്ങൾക്കും കിട്ടുന്നുണ്ട്. അതിൽ ഒരു ഓഹരി ഈ വിഭാഗത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കളിയാട്ട മഹോത്സവ സ്ഥലങ്ങളിലെത്തി നിരവധി തവണ തെയ്യങ്ങളുടെ അനുഗ്രഹമൊഴികൾ കേട്ടവരാണ് നമ്മുടെ മന്ത്രിമാരും നിയമസഭാ സ്പീക്കറുമടക്കമുള്ള പ്രമുഖരായ ജനപ്രതിനിധികൾ. കളിയാട്ടക്കാവുകളിലെ ആ ധന്യനിമിഷത്തിന്റെ ഓർമ്മകൾ ഈ കോവിഡ് കാലത്ത് കോലധാരികളെ സഹായിക്കുവാൻ സർക്കാരിന്റെ മനസ്സുണർത്തുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. 20,000-ൽ പരം വരുന്ന കോലധാരികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണ്. എന്നാൽ ഇവർക്കായി സർക്കാർ തലത്തിൽ ക്ഷേമ പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടുമില്ല. തെയ്യമെന്ന അനുഷ്ഠാന കലയോടുള്ള ബഹുമാനാർത്ഥം കോവിഡ് പശ്ചാത്തലത്തിൽ
കോലധാരികൾക്കുള്ള അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മന്ത്രിമാരും സാംസ്കാരിക നായകന്മാരും കളിയാട്ട സ്ഥലങ്ങളിൽ എത്തുന്നത് പതിവാണ്. ഞാൻ കെട്ടിയാടിയ ചാമുണ്ഡി തെയ്യത്തെ ദർശിക്കുവാനായി ബഹുമാനപ്പെട്ട വൈദ്യുത മന്ത്രി M.M. മണി മടിക്കൈ എട്ടക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയത് അസുലഭ നിമിഷമായി ഇപ്പോഴും ഓർക്കുന്നു. കളിയാട്ടക്കാലങ്ങളിൽ ആയിരങ്ങൾ കാവുകളിലും ക്ഷേത്രമുറ്റങ്ങളിലും തടിച്ചുകൂടുന്നതിനാൽ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് കോവിഡിനെ പ്രതിരോധിച്ച് സമൂഹം മുന്നോട്ട് നീങ്ങുന്ന കാലത്തോളം ഇവരുടെ ജീവിത വഴികൾ ദാരിദ്ര്യത്തിൻ്റേത് മാത്രമാണ്. കോലധാരികൾക്കൊപ്പം തെയ്യങ്ങൾക്കായുള്ള അണിയലങ്ങൾ നിർമ്മിച്ച് ജീവിതം പുലർത്തുന്ന കലാകാരന്മാരും ഈ വിഭാഗത്തിന്റെ ഭാഗമാണ്. കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അവരും തീർത്തും നിരാശരാണ്. ഇപ്പോൾ അണിയലപ്പണി എടുക്കുന്നത് തന്നെ ഇനി വരുന്ന കാലഘട്ടത്ത് അടുത്ത കൊല്ലം കളിയാട്ടം ഉണ്ടാവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഞങ്ങൾ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. കളിയാട്ടെല്ലാം നടത്തി ഉപജീവനം നടക്കുന്ന ആൾക്കാരാണ്. എങ്കിലും ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക സംഘടനകളും ഇവരെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങൾക്കും വേണ്ടിയുള്ള ധനസഹായമായിട്ടും മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മുന്നിൽ നിന്ന് എന്ത് സഹായം ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ഈ അണിയാളം ചിലപ്പോൾ ആക്കി വെച്ചു. ഇനി അടുത്ത കാലഘട്ടത്ത് തെയ്യം നടത്താൻ ആവുമെന്ന് പറയാനും കഴിയുക. സർക്കാർ ഭാഗത്തുനിന്ന് വേണ്ടുന്ന ധനസഹായങ്ങൾ അതുമെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം ഉണ്ടാവണമെന്നാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റോടും അതുപോലെ തന്നെ ദേവസ്വം ബോർഡോടും ഞങ്ങൾ അപേക്ഷിക്കുന്നത്. കുരുത്തോലയും ചെമ്പട്ടും ധരിച്ച് പാരമ്പര്യ അനുഷ്ഠാനത്തിന്റെ വ്രതനിഷ്ഠകൾ പാലിച്ച് ദൈവങ്ങളെ തോറ്റിയുണർത്തി കോലധാരികൾ ഉറഞ്ഞാടിയപ്പോൾ അവ ക്യാമറകളിൽ പകർത്തിയെടുക്കുവാനും തെയ്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ധാരാളം വിദേശികൾ കളിയാട്ട സ്ഥലങ്ങളിൽ എത്തുന്നത് ഉത്തര കേരളത്തിലെ പതിവ് കാഴ്ചകളായിരുന്നു. തെയ്യനർത്തനങ്ങൾ വിദേശികളെ ആകർഷിച്ച് കേരളത്തിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവിനെ അടക്കം വലിയ രീതിയിൽ ഈ കാലമത്രയും സ്വാധീനിച്ചിട്ടുണ്ട്. അതിനാൽ കോവിഡ്-19 തുടർന്ന് ചമയങ്ങൾ അഴിച്ചുവെച്ച പാരമ്പര്യ കലാകാരന്മാർക്ക് സമാശ്വാസം പകരാൻ ഫോക്ലോർ അക്കാദമി അടക്കം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണിത്. അവിസ്മരണീയമായ നേർക്കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് സാന്ത്വനമേകിയിരുന്ന ഉത്തര കേരളത്തിലെ തെയ്യം തിറയാട്ടം ഈ വർഷം മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലച്ചിരിക്കുകയാണല്ലോ. ഈ സാഹചര്യത്തിൽ അനുഷ്ഠാന നൃത്തകലാരംഗത്തും അനുബന്ധമായും പ്രവർത്തിച്ചു വരുന്ന ധാരാളം ആളുകളുടെ ഉപജീവനമാർഗം വഴിമുട്ടിയിരിക്കുകയാണ്. ഈ ദുർഘടസ്ഥിതിയിൽ സർക്കാരും ഫോക്ലോർ അക്കാദമിയും ഇത്തരക്കാരെ സഹായിക്കുവാനായി ഒരു സാമ്പത്തിക പാക്കേജ് തയ്യാറാക്കണമെന്നാണ് ഒരു ഭക്തൻ എന്ന നിലയിൽ പറയുവാനുള്ളത്. ഇതിൽ സർക്കാർ സത്വര നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോലങ്ങൾ അരങ്ങിലെത്തി നർത്തനം ചെയ്യുമ്പോൾ ചുവടുകൾക്കനുസൃതമായ മേളമൊരുക്കി അതിൽ നിന്നും ജീവിത വരുമാനം നേടിയ നൂറുകണക്കിന് കലാകാരന്മാരും ഇന്ന് കഷ്ടത്തിലാണ്. അടുത്ത കാലത്ത് വന്ന ഈ മഹാമാരി ഞങ്ങൾ തെയ്യം കെട്ടി മാത്രം ഉപജീവനം നടത്തി വരുന്ന കോലധാരികളായ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെ അണിയറിൽ പ്രവർത്തിക്കുന്ന മുഖത്തെഴുന്ന ആൾക്കാർക്കും വാദ്യം ചെണ്ട കൂട്ടുന്നവർക്കും അതുപോലെ തന്നെ കുരുത്തോല ആടയാഭരണങ്ങൾ നിർമ്മിക്കുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വരുന്ന തെയ്യക്കാലത്തെ ഇനി ഞങ്ങൾ എങ്ങനെ തയ്യാറാകണം എന്നുള്ളൊരു ആശങ്ക കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട്. കൊറോണ എത്ര കാലം ഉണ്ടാവും, ഇനി വരും കാലം ഈ വരുന്ന തെയ്യക്കാലഘട്ടം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ ഒരു അവസരത്തിൽ തെയ്യം കലാകാരന്മാർക്കുള്ള ബുദ്ധിമുട്ടുകൾക്ക് അല്പം ആശ്വാസം എന്ന നിലയിൽ മലബാർ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഞങ്ങളുടെ കാര്യത്തിൽ വേണ്ടുന്നതായ നടപടികൾ കൈക്കൊള്ളണമെന്ന്. വിണ്ണിൽ നിന്നും മണ്ണിറങ്ങി വന്ന് ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളായി അവതരിച്ച് ഗ്രാമദേവതകളായി പരിലസിച്ച് ആരാധനയ്ക്കൊപ്പം കോലത്ത് നാടിന്റെ ജീവിത സംസ്കാരത്തെയും മാനവ കൂട്ടായ്മയെയും അടയാളപ്പെടുത്തുന്ന തെയ്യങ്ങളെ ജനഹൃദയങ്ങളിലെത്തിച്ച് ദേവനർത്തനത്തിന്റെ അസുലഭ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന കോലധാരികളെ സർക്കാർ സംരക്ഷിക്കണമെന്ന് വരവിളിയും തോറ്റംപാട്ടും കേൾക്കുന്ന വടക്കേ മലബാറിലെ ജനഹൃദയങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. അനുഷ്ഠാന പാരമ്പര്യം നിലനിർത്തുന്ന ആ വലിയ സമൂഹത്തിന്റെ ജീവിത ദുരിതത്തിന് മുന്നിൽ സർക്കാരും ദേവസ്വം ബോർഡും ഫോക്ലോർ അക്കാദമിയും കണ്ണു തുറക്കണം. തെയ്യവും തിറയും പടയണിയും അടക്കമുള്ള അനുഷ്ഠാന കലകൾ കൂടിച്ചേർന്നാലേ നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടായി നിലനിൽക്കുകയുള്ളൂ. ഗതാഗത പ്രശ്നം നിലനിൽക്കുന്ന വിവിധ നഗരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്.
മലപ്പുറത്തെ എടപ്പാൾ ടൗണിലെ ട്രാഫിക് ദുരിതത്തിലേക്കാണ് എൻ്റെ വാർത്തയുടെ ഇത്തവണത്തെ തിരനോട്ടം. മേൽപ്പാലം പണി നടക്കാതായതോടെ ഇവിടുത്തെ കച്ചവടവും താറുമാറായി. കോഴിക്കോട് തൃശ്ശൂർ പാതയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നാണ് എടപ്പാൾ. പാലക്കാട് പൊന്നാനി റോഡ് കൂടി സംഗമിക്കുന്ന എടപ്പാളിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഓരോ നിമിഷവും കടന്നുപോകുന്നത്. ഇടുങ്ങിയ നഗരത്തിലെ തുടർച്ചയായ ഗതാഗത സ്തംഭനം ഒഴിവാക്കുന്നതിനായുള്ള ദീർഘകാല ആവശ്യമായിരുന്നു മേൽപ്പാലം. നീണ്ട മുറവിളികൾക്കൊടുവിൽ മേൽപ്പാലത്തിന് സർക്കാർ അനുമതി നൽകുകയും 2019 മെയ് മാസത്തിൽ നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. ഒരു വർഷത്തിനിടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു അധികൃതരുടെ വാഗ്ദാനം. 200 മീറ്റർ നീളത്തിലും 7 മീറ്റർ വീതിയിലുമാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. കൂടാതെ കാൽനട യാത്രക്കാർക്കായി നടപ്പാതയും മേൽപ്പാലത്തിലുണ്ട്. 13 കോടി രൂപ ചെലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. മേൽപ്പാല നിർമ്മാണത്തിനായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ വ്യാപാര മേഖല ഒന്നാകെ സ്തംഭിച്ചു. പല വ്യാപാര സ്ഥാപനങ്ങളും തൊഴിലാളികളെ ഒഴിവാക്കുകയും മറ്റു പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുകയും ചെയ്തു. ലോകത്തിൽ എവിടെയൊക്കെ പാലങ്ങളും ഇതുമാതിരി എന്തെല്ലാം പണിയുണ്ട്. ഇത്രയും മോശമായ രീതിയിൽ ഈ നാട്ടുകാരെ പോലും ഒരു വിലയില്ലാത്ത രീതിയിൽ ഒരു പരിപാടി നടക്കുന്നത് ലോകത്തിലാദ്യമായിരിക്കും. അതായത് കഴിഞ്ഞ ഞങ്ങൾ ഓരോ 2 മാസം കൂടുമ്പോഴും മന്ത്രിനെ പോയി പലപ്പോഴും കണ്ടും നിവേദനം കൊടുത്തിട്ടും വ്യാപാരികൾ കൊടുത്തിട്ടും ഒരു വിലയില്ല. നാട്ടുകാർ ഇവിടെ വലിയ സമരങ്ങൾ നടത്തി. എന്നിട്ട് അത് അപ്പം വന്ന് 4 ആൾ വന്ന് പണിയെടുക്കും. ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ആയപ്പോൾ ഈ പാർട്ടിക്ക് ഇവിടെ നിന്ന് ആൾ കഴിഞ്ഞാൽ ഈ പണിക്കാരെ വെച്ച് നടത്താൻ എത്രയും സൗകര്യങ്ങളുണ്ടായിരുന്നു. അവസാനം ഞങ്ങളോട് മറ്റേ അസന്നിഗ്ധമായിട്ട് പറഞ്ഞവർ എന്തായാലും ഞങ്ങൾ മെയ് മാസം ആകുമ്പോഴേക്കും നിങ്ങളെ കംപ്ലീറ്റ് മെയ് 10 ആകുമ്പോഴേക്കും പാലം തുറന്നു തരുമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കണക്കിൽ ഇത് ഇനി 2 കൊല്ലത്തിന് കഴിയുമോ പണി? ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ കണക്കിൽ ഉദ്ദേശിക്കുന്ന അവർ ഈ അടുത്ത ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോകാനാണ്. ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച മേൽപ്പാലത്തിന്റെ നിർമ്മാണം സമയപരിധി കഴിഞ്ഞിട്ടും പകുതി പോലും ആയിട്ടില്ല. നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി ആവശ്യത്തിന് ഉപകരണങ്ങളും തൊഴിലാളികളെയും ലഭ്യമാക്കാത്തതാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ നിർമ്മാണം തുടങ്ങിയിട്ട് വളരെ ഇപ്പോൾ 1 വർഷത്തോളം പിന്നിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിചാരിക്കുന്ന രീതിയിൽ വളരെ വേഗത്തിലൊന്നും ഈ പണി തീരുന്ന ലക്ഷണമില്ല. കാരണം വളരെ കുറഞ്ഞ ജോലിക്കാരെ വെച്ച് മാത്രമാണ് ഈ മേമ്പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിവിടുത്തെ വ്യാപാരികളെ വളരെ ദുരിതത്തിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മേമ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിൽ വാസ്മ മനോജിന് പറയാനുള്ളത്. കോവിഡ് പ്രതിസന്ധി വന്നതോടെ അന്യസംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതും നിർമ്മാണത്തിന് തടസ്സമാവുകയാണ്. വാഹനങ്ങളുടെ സുഗമമായ യാത്ര തടസ്സപ്പെട്ടതോടെ പ്രതിസന്ധിയിലായ വ്യാപാര മേഖലയ്ക്ക് കോവിഡ് രോഗം കൂനിൽമേൽ കുരുവായ അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കൊറോണ എന്ന ഒരു മഹാമാരിയെ നമ്മുടെ ലോകത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് കൊറോണ നല്ല അനിയനെ ആദ്യം പറഞ്ഞ പോലുള്ള ഒരു പേമാരിയായിട്ട് മഹാമാരിയായിട്ടാണ് എടപ്പാളിലെ വ്യാപാരി സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മേൽപ്പാലത്തെ പറ്റി ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ മേൽപ്പാലം പണി എന്ന് തുടങ്ങിയോ അന്ന് മുതൽ എടപ്പാളിലെ വ്യാപാരി സമൂഹത്തിൻ്റെ കച്ചവടക്കാരുടെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഓരോ സമയത്തും ഈ മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഈ പ്രവൃത്തി ഏൽപ്പിച്ച കരാറുകാരനുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴും തികച്ചും നിഷേധാത്മകമായ ഒരു നിലപാടാണ് ആ കരാർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ സാധിക്കും കുറ്റിപ്പുറം റോഡിലെ റോഡ് അടച്ചു കിടക്കുന്നത്. ഇത് ഒന്ന് തുറന്നു കിട്ടാൻ വേണ്ടി കഴിഞ്ഞ പെരുന്നാളിൻ്റെ 4 ദിവസം മുന്നേ തുറന്നു കിട്ടാൻ വേണ്ടി അവരുടെ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞിട്ടാണ് 4 ദിവസം തുറന്നു തന്നത്. സത്യമാണ് ഞങ്ങൾക്ക് തുറന്നു തരാൻ വേണ്ടി ഇത് കംപ്ലീറ്റ് അടച്ചിട്ടോട്ടെ. എടപ്പാൾ ചുങ്കത്തെ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തവർ ജോലി ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ജോലി നടക്കണം. ഇപ്പോൾ അതിനുശേഷം പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കുറ്റിപ്പുറം റോഡ് പരിപൂർണമായും ഒരു ബൈക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാതെ അടച്ചിടുകയും എന്നാൽ ഇതുവരെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി ഈ നിർമ്മാണ കമ്പനി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വളരെ വ്യസനത്തോടെ വളരെ വിഷമത്തോടെ എടപ്പാളിലെ വ്യാപാരി സമൂഹത്തിന് പറയാനുള്ളത്. നമ്മൾ കച്ചവടക്കാരുടെ സ്ഥിതി എന്താ വെച്ചാൽ പലരും പീടിക വിട്ടുപോയി, പീടിക വിറ്റുപോയി, ഒരു തരത്തിലും നേരെ പറ്റുന്നില്ല. വാടകയൊന്നും കുറച്ചിട്ട് ഒരാൾ കൊടുത്തിട്ടുമില്ല. ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കൂടി ആയപ്പോൾ ശരിക്കും നടുവൊടിയും ചെയ്തു. ഇത് മനസ്സിലാക്കാനൊന്നും ഇവിടുത്തെ മറ്റേ ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവന നടത്തുന്ന മന്ത്രിമാരും ഒന്നും നോക്കണില്ല. നമുക്കുള്ള ഇവിടുത്തെ കാര്യങ്ങൾ തീരെ ഇതാക്കണ്ടേ. ആൾക്കാരെ കാലും കയ്യും കേട് വന്നിട്ട് എന്തെല്ലാം സ്ഥലങ്ങളെ ഓരോ അവിടെയും ഇവിടെയും പാർട്സുകൾ ഈ പാലത്തിൻ്റെ വേസ്റ്റുകൾ ഇട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്.
തീരെ പണിയെടുക്കാതെ ആ ഭാഗം ഒഴിഞ്ഞു കിടന്നാലും ഒന്ന് 10 ആളെ നടത്തിയിട്ട് ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നില്ല. ഇത്രയും ദുരിതം അനുഭവിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. വ്യാപാര മേഖല മാത്രമല്ല, ടൗണിനെ ആശ്രയിച്ചു കഴിയുന്ന ഓട്ടോ ടാക്സി മേഖലയും പ്രാദേശിക ബസ് സർവീസ് മേഖലയും പ്രതിസന്ധിയിലാണ്. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയായാൽ മാത്രമേ നിശ്ചലമായ വ്യാപാര മേഖല കൂടുതൽ തകർച്ചയിലേക്ക് പോകുന്നത് ഒഴിവാക്കാനാകൂ. നിലവിലെ രീതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നതെങ്കിൽ പൂർത്തീകരിക്കാൻ ഇനിയും മാസങ്ങൾ എടുക്കും. എത്രയും പെട്ടെന്ന് എടപ്പാൾ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് അധികൃതരോട് അപേക്ഷിക്കാനുള്ളത്. അമൃത TV എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ഫസൽ റഹ്മാൻ TP. നമ്മുടെ നാട്ടിലെ ഇത്തരം ജനകീയ വിഷയങ്ങളാണ് എൻ്റെ വാർത്തയുടെ ഓരോ ലക്കവും വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, എൻ്റെ വാർത്ത, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. മൊബൈൽ 9847939925. ഇമെയിൽ info@amritatv.com. പുതിയ വിശേഷങ്ങളും ജനകീയ പ്രശ്നങ്ങളും അടങ്ങുന്ന റിപ്പോർട്ടുകളുമായി എൻ്റെ വാർത്തയുടെ അടുത്ത എപ്പിസോഡ് കാണാം. മറക്കാതെ കാണുക. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30. ഏവർക്കും നന്ദി, നമസ്കാരം.